ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ തരുൺ മൂർത്തി പറഞ്ഞത് ഇതൊരു ഫാമിലി ഡ്രാമ ആ ഒരു വൈബിലുള്ളതാണ്. അപ്പൊ നമ്മൾ സൂപ്പർ ഹീറോയ്ക്ക് ലാലേട്ടനെ ഇതുവരെ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വളരെ സാധാരണക്കാരന്റെ സിനിമ. പിന്നെ മോഹൻലാലിന്റെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ മനസ്സിലൂടെ ഓടി വരുന്ന അതുപോലത്തുള്ള ഡയലോഗുകൾ, ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്, സീനിന് ആപ്റ്റായിട്ട്. അതുപോലെ മോഹൻലാൽ ശോഭന കോംബോയും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഫാമിലി ഡ്രാമ മൂഡിൽ പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ മോഹൻലാലും കാറും തമ്മിലുള്ള, നമുക്കറിയാം ഒരുപാട് വണ്ടികളുമായിട്ട് കണക്ഷനുള്ള ആൾക്കാർ എങ്ങനെയാണ് ആ വണ്ടിയോടുള്ള ഫീല്, ആ ഒരു ഫീല് വളരെ രസകരമായിട്ട് മോഹൻലാൽ ഒരു ഫസ്റ്റ് ഇതുവരെ കണ്ടതിൽ വെച്ച് തന്നെ മോഹൻലാലിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ അടുത്ത കാലത്തായിട്ട് മിസ്സായി എന്ന് പറയുന്ന മോഹൻലാൽ ഭാഗങ്ങളൊക്കെ തിരിച്ചു വന്ന ഒരു സിനിമയാണ് തരുൺ മൂർത്തി. അപ്പോൾ ഫാൻസിനും അതുപോലെ തന്നെ ഫാമിലി പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് മൊമെന്റ്സിലൂടെ ഈ സിനിമ ഇപ്പോൾ തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത അതിന്റെ ഒരു ഫിനിഷിംഗിലേക്ക് വെയിറ്റ്. പഴയ ശോഭന ലാലേട്ടൻ കോംബോ. അതെ, കോംബോ അത് ഫോഴ്സ്ഫുൾ ആയിട്ട് വന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ തന്നെ സിനിമ ഡയലോഗുകളും പിന്നെ ഒരുപാട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് സിനിമാ താരങ്ങളുടെ സീനുകളും അങ്ങനെ ഒരു വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. നമ്മളൊരു വീടിനകത്ത് ഇപ്പം നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോഴും നമ്മൾ ഫേമസ് ആയ സിനിമ ഡയലോഗുകൾ യൂസ് ചെയ്യല്ലോ. അതുതന്നെ സെൽഫ് ട്രോളുകൾ അടക്കമുള്ള നല്ല രസകരമായ മുഹൂർത്തങ്ങളിലൂടെ വേണം. അപ്പം ഇതിന്റെ ടാർഗറ്റഡ് ഓഡിയൻസ് പറയുന്ന ഫാമിലിയാണ്. അവർക്ക് എന്തായാലും കണ്ടിരിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. പിന്നെ ഇതുവരെ ഉള്ളതിൽ നമ്മുടെ ഈ സൗദ എന്ന് പറഞ്ഞ ഒരു ഇപ്പൊ റീലിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഏതാണ് കൽബ് സിനിമയിലെ അദ്ദേഹത്തിന് ഒരു അതിഗംഭീരമായ ഒരു വേഷം ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ ബിനു പപ്പു അങ്ങനെ എല്ലാവരും പെർഫോം ചെയ്ത എല്ലാവരും നന്നായിട്ട് വന്ന എന്താണ് അവർ സിനിമയുടെ മേക്കേഴ്സ് പറഞ്ഞത് അതിനോട് 100% നീതി പുലർത്തുന്ന രീതിയിലാണ് ഇതുവരെ സിനിമ പോയത്. അപ്പോൾ ഒരു നല്ലൊരു പഞ്ചിലാണ് ഇപ്പൊ നിർത്തിയിരിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് എങ്ങനെ കയറുന്നുള്ളത് ആ സിനിമയുടെ ഗ്രോത്ത് നിശ്ചയിക്കും. അടിപൊളിയാണ്. എന്തായാലും തിയേറ്ററിൽ വന്ന് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന സിനിമ തന്നെയായിരിക്കും. ഒരു വിന്റേജ് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളകി ചെയ്യാൻ പറ്റുന്ന ഒരു മലയാളത്തിൽ ഒരു ആക്ടർ ഉണ്ടോ? കാരണം ഇത്രയും ശക്തമായിട്ടുള്ള ഇത്രയും അഭിനയ മികവ്, അതുമാത്രം മെയ്വഴക്കം, എങ്ങനെയാണ് ഇദ്ദേഹം ഒരു കഥാപാത്രമായിട്ട് മാറുന്നത്, എന്താണോ അതിന് വേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് മാറുകയാണ്, അങ്ങ് അഭിനയിച്ച് ജീവിക്കുകയാണ് അദ്ദേഹം. അടിപൊളിയാണ്. ശോഭനയൊക്കെ അടിപൊളിയാണ്. 20 വർഷത്തിന് ശേഷം ഇവരുടെ കോംബോ കിടിലുമാണ്. എന്തായാലും ഒരുപാട് സിനിമകളുടെ എലമെന്റ്സ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പഴയ ലാലേട്ടനെ കാണിക്കുന്നുണ്ട്. ഒരുപാട് സസ്പെൻസുകൾ എന്തായാലും തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫിലും അത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പോകുന്നു. അടിപൊളിയായിരിക്കും തുടരും സിനിമ. തരുൺ മൂർത്തി ഒരു രക്ഷയിൽ. അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ജാവ നമ്മൾ സൗദി വെള്ളയ്ക്ക പോലുള്ള വ്യത്യസ്തമായ ജോണറിലാണ്. അദ്ദേഹത്തിന് ഒരു സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതാണ് അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം. തരുൺ മൂർത്തി എന്തായാലും ഈ സിനിമയിൽ മികവുറ്റ ഡയറക്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ KR അനിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്, KR സുനിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്, എന്തായാലും നല്ല നല്ല ഫ്രെയിമുകൾ. ഫസ്റ്റ് ഹാഫ് നമ്മൾ തുടക്കം തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട് സിനിമ. എന്തായാലും വന്ന് നിൽക്കുന്നത് അടുത്തൊരു സസ്പെൻസിലേക്കാണ് പോകുന്നത്. അതെന്തായാലും അടിപൊളിയാകാൻ സാധ്യതയുണ്ട്. പടം ശോഭന ഒരു കോംബോ ഒരു രക്ഷയില്ല. കാരണം നമുക്ക് ഒരുപാട് എത്ര സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാണ് അവർ. കാരണം നമുക്ക് അവരെ ആ പഴയ സിനിമകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഒരുപാട് പടത്തിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. ഇതുവരെ നമ്മൾ കണ്ടതിൽ തന്നെ ലാഗില്ല. സിനിമ നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഈ ലാലേട്ടന്റെ ആക്ടിംഗ് ഒക്കെ ഞാൻ പറഞ്ഞ എന്റെ പൊന്ന് ഒരു വിന്റേജ് ആക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് അഭിനയിക്കാൻ ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് മാറാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ എമ്പുരാൻ പോലുള്ള അത്രയും വലിയ മാസം ഒരു സിനിമ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രം മാറുന്നത് എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് മനസ്സിലായി. അഭിനയിച്ചങ്ങ് ജീവിക്കുകയാണ്. ഇങ്ങനെ കഥാപാത്രമായിട്ട് മാറാൻ കഴിവുള്ള ഒരു നടൻ മലയാളത്തിൽ ഇല്ലാന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ മമ്മൂക്കയായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല. മമ്മൂക്ക നല്ലൊരു നടനാണ്. കാരണം അദ്ദേഹം ഒരു മെത്തേഡ് ആക്ടിങ് ആണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അഭിനയിക്കും. മെയ് വഴക്കം കൊണ്ട് അഭിനയിക്കും. ഒരു സീനിൽ എന്താണ് വേണ്ടത്, കണ്ണുകൊണ്ടാണെങ്കിലും ശരീരത്തെ കൈ കാലുകളെല്ലാം വർക്കിംഗ് ആണ്. ഒരു സീനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. പക്ഷെ അത് തരുൺ മൂർത്തി എന്ന് പറയുന്ന അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അടിപൊളി സിനിമ തന്നെയായിരിക്കും. എന്തായാലും ഒരു ഫാമിലി തിയേറ്ററിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളൊരു ശുഭസൂചന തന്നെയാണ് തുടരും മൂവി. അടിപൊളിയായിരിക്കും. നല്ല പടമാണ്, അടിപൊളി പടമാണ്. മോഹൻലാലിൻ്റെ എൻട്രി നല്ല അടിപൊളി എൻട്രിയാണ്. മോഹൻലാൽ ഒരു ശബരിമലയ്ക്ക് പോണ ഒരു രീതിയിൽ ആ മോഡി പോകാൻ നേരത്താണ് മോഹൻലാലിൻ്റെ കാറ് വളർന്ന് ഒരു വണ്ടി എന്തോ കയറി KSRTC ബസ് കയറി വരുന്നിടത്ത് വണ്ടി വളച്ച് ചവിട്ടിട്ട് എൻട്രി ആരപ്പോഴെന്ന് വെച്ചത് ഒരു രക്ഷയില്ലാത്ത എൻട്രിയാണ്. പിന്നെ അങ്ങോട്ട് പിന്നെ കുറെ കേസിന്റെ പുറകിൽ പോണ്. പഴയ ഒരു മോഹൻലാലിന്റെ ശോഭനയുടെ ഒരു കട്ട ലവിന്റെ ഒരു ഫാമിലി അടിപൊളി സിനിമയാണ്. ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. ഫസ്റ്റ് സിനിമ തൊട്ടുമ്പോൾ തന്നെ ഭയങ്കരമായൊരു കാടാണ്. അടിപൊളി പണമാണ്. അത് രക്ഷയില്ല. നല്ല തമാശയുണ്ട്, നല്ല അടിപൊളി ഡയലോഗ് ഉണ്ട്. സൂപ്പറാണ്. കണ്ടു നോക്ക. ഉറപ്പായിട്ടും
നല്ല പടമാണ്. വ്യത്യസ്തമായിട്ട് തോന്നിയത് പഴയ ഒരു ഫീല്. കിട്ടിയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. വേറെ പിന്നെ ഫസ്റ്റ് ഹാഫിലായിരുന്നു കണ്ടോളൂ. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഒരു വണ്ടി ഭ്രാന്തനാണ് പോലെ അതിനകത്ത്. മെയിനായിട്ട് വണ്ടി ഭ്രാന്തനാണ്. ഈ സിനിമ മൊത്തം ഒരു കോമഡി ട്രാക്കാരെന്ന് പറഞ്ഞു, പക്ഷെ ഇത് മൊത്തത്തിലൊരു ഡാർക്ക് കോമഡി. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിന്റെ ലാസ്റ്റ് എന്തോ ഒരു ഡാർക്ക് പോലെ തോന്നി. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. നല്ല പടം കണ്ടിരിക്കാം. പടം എങ്ങനെയായി? ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ലാലേട്ടനെ തിരിച്ചു കിട്ടിയോ ശരിക്കുള്ള? സംഭവം തുടരും. ഭയങ്കര രസമുണ്ട് ലാലട്ടൻ. ക്ലീഷയെന്ന് പക്ഷെ എന്നാലും പഴയ ആ ഒരു വൈബ്, പഴയ ആ ഒരു ഇത്, തമാശ, ആ ഒരു എക്സ്പ്രഷൻസ്, ഫേസ് നല്ല രസമുണ്ട്. ശോഭനാമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ്, ഇവരുടെ ഫാമിലി പാട്ട് എല്ലാം നല്ല രസമുണ്ട്. തരുൺമൂർത്തി ഒരു സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇന്റർവെല്ലോടനുബന്ധിച്ച് നമുക്കത് അറിയാൻ പറ്റും. ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് സംഭവം. ശോഭനയായിട്ടുള്ള ലാലേട്ടന്റെ ഒരുപാട് നാളത്തെ ഒരു സത്യം നല്ല രസമുണ്ടായിരുന്നു കോമ്പിനേഷൻ സീൻസ്. ശോഭന തന്നെ ഡബ് ചെയ്തേക്കുന്നത് അതിനകത്ത്. പിന്നെ എടുത്ത് പറയേണ്ടത് തരുൺമൂർത്തി സംഭവം തന്നെയാണ്. അതിന് കഥ നൈസാണ്. ഇന്റർവെല്ലോടനുബന്ധിച്ച് പുലരുന്നുള്ളതിൽ നിർത്തി വെച്ചേക്കണത്. ദൃശ്യം പോലത്തെ ഒരു എഫക്ട് നമുക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇല്ല, പ്രതീക്ഷ ഒന്നും അങ്ങനെ നിൽക്കണ്ട. ബാക്കി ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ, ബാക്കി സെക്കൻഡ് ഹാഫ് ഉണ്ടെങ്കിൽ പറയാനുള്ളത്. എന്തായാലും തരുൺമൂർത്തി സംഭവം ഇറക്കി. തരുൺമൂർത്തിയുടെ ഒരു വേറിട്ടൊരു ചിത്രം തന്നെയാണോ അല്ലെങ്കിൽ അത്? ഇല്ല, വേറെ ചിത്രമായിരിക്കും. ഈ ഇതുപോലെ തന്നെ ലാലേട്ടന്റെ ഒരു കോമഡിയാണ് ട്രെയിലറിൽ മൊത്തം കാണിച്ചത്. പിന്നീട് അങ്ങോട്ട് ട്രെയിലറിൽ ഒരു ഡാർക്ക് ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് വരാൻ പോകുന്നുള്ളൂ. ഓക്കെ താങ്ക് യു.